ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കടൽ കാണാൻ പോവാ. ചാവക്കാട് ബീച്ചിലേക്കാട്ടാണ് ഞങ്ങൾ പോണത്. ഞാന്, അച്ഛൻ, അമ്മ, ചേട്ടൻ, ദേവു ചേട്ടനും ചേച്ചി ചേട്ടൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബസ്സിലാട്ടാ പോണത്. അപ്പൊ ഞങ്ങള് ബസ് വരും കാത്ത് നിക്കട്ടെ. അങ്ങനെ പോതെ ബസ് വരണ്ട്. ഞങ്ങള് ബസ്സിൽ കയറിയിട്ടതാണ് ഞങ്ങള് കൂമ്പളി കനാൽ. അതിന്റെ ഇടയിൽ ഞാൻ അറിയാണ്ട് ചെരുപ്പ് തെറ്റിട്ടിട്ട് വന്നുട്ടാ. ബസ്സിൽ കയറിയപ്പോഴാട്ടാ ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങള് ചാവക്കാട് ബസ് സ്റ്റാൻഡിലെത്തി. അതിന്റെ ഇടയിൽ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടാ. പിന്നെ ആ മാമൻ ചെരുപ്പ് കണ്ടപ്പോ ചിരിക്കായിരുന്നുട്ടാ. എനിക്ക് പിന്നെ ചെരുപ്പുകളൊക്കെ കാണിച്ചു തന്നുട്ടാ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിയിട്ടാ. ചെരുപ്പ് അവിടെ വെച്ചിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് ഞങ്ങള് ഓട്ടോറിക്ഷയിലായിട്ട് പോയത്. അതിന്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ രണ്ട് ചേട്ടന്മാര് കാണിച്ചു പോയിട്ടാ. അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തി. അച്ഛൊരു നന്മ ചെയ്തുട്ടാ. ആരുടെ ഹെൽമെറ്റ് വീണപ്പോ കയറ്റി വെച്ചുട്ടാ. അവിടുത്തെ കടയിൽ കുറെ തോർത്തും ട്രൗസറുകളൊക്കെ കിടക്കണ്ടായിരുന്നുട്ടാ. അമ്മ എടുത്തു വളർത്തിയ ചേച്ചിനെ കണ്ടു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ പോയി. ഫുഡ് ചലഞ്ച് ചെയ്യാൻ പോയതാട്ടാ. എങ്ങനെയും യൂട്യൂബില് പച്ച പിടിച്ച് കിട്ടാൻ. പക്ഷെ ചെറുതായിട്ടൊന്നും ചമ്മി പോയി. അവര് പറഞ്ഞു വീഡിയോക്ക് താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസം പോയി. പിന്നെ ആർക്കും വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ മാങ്ങ ഞങ്ങൾ തന്നെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ. അതിൽ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷായിട്ടാ. പിന്നെ അച്ഛൻ കാക്കകൾക്ക് കപ്പലാണ്ടിട്ട് കൊടുക്കണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കുറച്ച് പട്ടി ഷോ കാണിച്ചു. അതിന്റെ ഇടയിൽ ചേച്ചി ഒരു ചേച്ചിയുടെ കാലിന്റെ അടിയിൽ പോയിട്ട് സുഖല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളൊക്കെ ഓടിയിട്ട് പട്ടി ഷോ കാണിച്ചു. പിന്നെ ചേട്ടനും ചേട്ടനും എന്തുട്ടൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ എനിക്കും ചേട്ടനും ചേട്ടനും മീൻ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ കിട്ടണ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ അവിടുത്തെ ഒരു അച്ഛനൊക്കെ പോയിട്ട് ബോട്ടിൽ പോയിട്ട് കുറെ മീനുകളൊക്കെ പിടിച്ചുകൊണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞങ്ങളൊക്കെ വെള്ളത്തിൽ കുറെ കളിച്ചു. ഇരുട്ട് വന്നു തുടങ്ങിയപ്പോ ഞങ്ങൾ വീട്ടിൽ പോവാൻ തുടങ്ങി. അവിടെ നല്ല വെളിച്ചുണ്ടായിരുന്നു കേട്ടാ. അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ ചാവക്കാടിക്ക് പോയി. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ പോയി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ ബടിയിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.